بسم الله الرحمن الرحيم فؤادي بخير المرسلين مولعون فؤادي بخير المرسلين مولع وأشرف ما يحلو لسمعي ثناؤه رقى في العلا والمجد أشرف رتبة بمبداه حار الخلق كيف انتداؤه يا سيدي يا سيدي قلبي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. وقال النبي صلى الله عليه وسلم: أنا سيد ولد آدم يا رب بالمصطفى. സത്യന്വേഷികളായ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് നിങ്ങളുമായി ചില കാര്യങ്ങൾ സംവദിക്കുവാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. ഈ സന്ദർഭത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്, എന്തുകൊണ്ടാണ് അതാണ് യഥാർത്ഥ ഇസ്ലാം, മതത്തിന്റെ ഋതുവായ വഴി, നേർവഴി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മാത്രം കൃത്യമായ വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് എന്റെ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. وتختلف هذه الأمة മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല, അവിടുന്ന് കളവ് പറയുന്നവരായിരുന്നില്ല. അത് മുശ്രിക്കുകൾ പോലും അംഗീകരിച്ച സത്യമായിരുന്നു. കളവ് പറയുവാൻ അവിടുന്ന് ഉദ്ദേശിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ റസൂൽ എന്തൊക്കെ പ്രവചനങ്ങൾ ലോകത്ത് നടത്തിയിട്ടുണ്ടോ അതൊക്കെ ഒന്നുകിൽ സത്യമായി പുലർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി പുലരാനിരിക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സത്യമായി പുലർന്നതായ ഒരു പ്രവചനമാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, എന്റെ ഈ സമുദായം അത് ഭിന്നിച്ചു പോകുന്നതാണ്. എന്റെ ഈ സമുദായം 73 വിഭാഗമായി എന്റെ ഈ സമുദായം പിളരുന്നതാണ്, വിഭജിക്കപ്പെടുന്നതാണ്. ഈ വിഭാഗത്തിൽ 72 വിഭാഗവും നരകത്തിലാണ്. എന്നാൽ ഒരു വിഭാഗം സ്വർഗത്തിലാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ ചോദിച്ചു, ആ ഒരു വിഭാഗം ആരാണ്? ആ ഒരു വിഭാഗം ഏതാണ്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകം, എന്റെ ഈമാനുള്ള, എന്റെ ശബ്ദം ശ്രവിക്കുന്ന, നാളെ സ്വർഗ്ഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കലഹങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും വിമോചിതരായി അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക്, അവരുടെ നെഞ്ചിലേക്ക്, അവരുടെ ഉൾത്തടത്തിലേക്കായി ഞാനിതാ ഈ ഹദീസ് സമർപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്ത് ഈ വിഭാഗം ആരാണെന്നറിയുമോ? സഹാബത്ത് ചോദിച്ചു, ആ ആളുകളെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ റസൂലേ എന്ന് പറയുമ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സവാദുൽ അഅ്ളം. ആരാണ് ആ ഒരു വിഭാഗം? അസ്സവാദുൽ അഅ്ളം, അത് മുഖ്യധാരയാകുന്നു. ഏത് വിഭാഗമാണോ മുസ്ലിമീങ്ങളുടെ പേരിൽ ജീവിക്കുന്ന, ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന പാർട്ടികളെ നിങ്ങൾ കണക്കിലെടുക്കുക, അവരെ നിങ്ങൾ പഠനത്തിനും വിശകലനത്തിനും വിധേയമാക്കുക. എന്നിട്ട് ഏത് വിഭാഗമാണ് ഏറ്റവും വലിയ സംഘമെന്ന് നിങ്ങൾ നോക്കുക. ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും വലിയ സംഘമേതോ അതാണ് അസ്സവാദുൽ അഅ്ളം, ഇസ്ലാമിന്റെ മുഖ്യധാര. ആ മുഖ്യധാരയാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. എന്റെ സമൂഹമേ, വിശുദ്ധ ഖുർആനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത, എന്നാൽ ഹദീസുകളെ കുറിച്ചോ അറബി ഭാഷയെ കുറിച്ചോ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അവസരം ശ്രദ്ധിച്ചിട്ടില്ലാത്ത എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഏതാണ് സത്യമായ ദീനെന്ന്, ഏതാണ് യഥാർത്ഥമായ വിശ്വാസമെന്ന്, ഏതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ പാർട്ടിയെന്ന് മനസ്സിലാക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ മാനദണ്ഡം നമുക്കൊന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൂടെ? ഇന്ന് ലോകത്ത് സുന്നികൾ, അഹ്ലുസുന്ന എന്നറിയപ്പെടുന്ന ആളുകൾ നാലാലൊരു മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. നാലാലൊരു മദ്ഹബ് അംഗീകരിക്കാത്തവരാണ് അഹ്ലുൽ ബിദ്അത്ത് എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്നത്. ഇന്ന് ലോക മുസ്ലിമീങ്ങളുടെ കണക്കെടുത്ത് ഏറ്റവും ലേറ്റസ്റ്റായ കണക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം, ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ ലോകത്ത് 45.5%. എന്നാൽ ശാഫിഈ മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ 28%. മാലിക്കി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ 15%. ഹംബലി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ 2%. മുഴുവൻ നമ്മൾ കൂട്ടി നോക്കിയാൽ 90.5% മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളാണ് ലോകത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരെല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. അസ്സവാദുൽ അഅ്ളം എന്ന് എന്തുകൊണ്ടും വിശേഷിപ്പിക്കപ്പെടാവുന്ന വിഭാഗമാണിത്. സുന്നത്ത് ജമാഅത്തിന്റെ നേർവിപരീതത്തിൽ, ഓപ്പോസിറ്റിൽ നമ്മൾ പറയുന്നത് ഷിയാക്കളെയാണ് സാധാരണഗതിയിൽ. ഈ 90% കഴിഞ്ഞ് അല്ലെങ്കിൽ 9.5% ഷിയാക്കൾ 6% ഷിയാക്കളെ നമുക്ക് മാറ്റിവെക്കാം. പിന്നീട് വരുന്ന 3.5%, 2% അല്ലെങ്കിൽ 1% മോഡേണിസ്റ്റുകളാണ്, ശേഖരൂരിസ്റ്റുകളെ പോലെയുള്ള യുക്തിവാദികളായ ആളുകളാണ്. അവരെയും മാറ്റിവെച്ചാൽ മദ്ഹബ് സ്വീകരിക്കലെന്ന് പറയുന്ന 2-3% മാത്രം ആളുകളെയാണ് നമ്മുടെ എതിർപക്ഷത്തെ ആന്റി ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിയാ, 73 വിഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നത് ശരിയാ. പലരും ലോകത്ത് പല ഭാഗങ്ങളും പല പേരുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏതാണ് ശരിയായ റൂട്ടിലുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സവാദുൽ അഅ്ളം, മുഖ്യധാരയാണ്, ഇസ്ലാമിന്റെ മുഖ്യധാരയാണ് ഏറ്റവും ശരിയായ റൂട്ടിലുള്ളത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഹൈസമി പറഞ്ഞു, റിജാലുഹു സിഖാത്തുൻ, ഇതിന്റെ പരമ്പരയിലെ ഓരോ ആളുകളും സിഖാത്തുൻ, അവർ സത്യസന്ധരാകുന്നു. അതുകൊണ്ട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ കണ്ടാൽ ഒരു വിഭാഗം ആളുകൾ ഖുതുബ പരിഭാഷപ്പെടുത്തണമെന്നും മറ്റൊരു വിഭാഗം ഖുതുബ പരിഭാഷപ്പെടുത്തരുത് എന്നും പറയുന്നതായി നിങ്ങൾ കണ്ടാൽ, ഒരു വിഭാഗം ആളുകൾ സ്ത്രീ ജുമാ ജമാഅത്ത് അത് അനുവദനീയമാണെന്നും പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകണമെന്നും പോവേണ്ടതാണെന്നും പറഞ്ഞു, മറ്റൊരു വിഭാഗം പോവേണ്ടതല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ മതത്തിൽ തർക്കമുണ്ടാകുന്ന സമയത്ത് അലൈക്കും ബിസ്സവാദിൽ അഅ്ളം, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതലുള്ള ആളുകൾ പറയുന്നത് കേൾക്കണമെന്നല്ല റസൂൽ പറഞ്ഞത്, മറിച്ച് ആഗോളതലത്തിൽ ഇസ്ലാമിന്റെ മുഖ്യധാര എന്താണോ പറയുന്നത് അവിടെയാണ് നിങ്ങൾ നിലയുറപ്പിക്കേണ്ടത് എന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞില്ല, ഇതിന്റെ മറ്റൊരു വിഭാഗത്തിൽ ഇങ്ങനെ കൂടി കാണാൻ സാധിക്കുന്നതാണ്. എന്താണ്? സഹാബത്ത് ചോദിച്ചു, ഏതാണ് ഈ സവാദുൽ അഅ്ളം എന്ന്
അന്ന് എല്ലാവരും ഒരേ രൂപത്തിൽ ഒരേ വിശ്വാസത്തിലുള്ള ആളുകളാണല്ലോ. പിന്നീടാണ് വ്യത്യാസങ്ങളും വിഭാഗീയതയും വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അന അലൈഹി വസ്ഹബി, എന്റെയും എന്റെ സ്വഹാബത്തിന്റെയും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവരാരാണ്, അവരേതാണ് എന്ന് നമ്മൾ പഠനം നടത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കേരളീയർ ഭാഗ്യവാന്മാരാണ് നമ്മൾ. എന്തുകൊണ്ട്? ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. പട്ടായി പള്ളിയിൽ നമുക്കറിയാം, ഹിജ്റ 5-ാം വർഷമാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവിടുത്തെ ശിലാഫലകം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോ അള്ളാഹുവിന്റെ റസൂലിന് 58 വയസ്സായപ്പോ കേരളത്തിൽ പള്ളി പണിയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് നോക്കാം സ്വഹാബത്തിന്റെ നിലപാടുണ്ടായിരുന്നു. തർക്ക വിഷയങ്ങളിലേക്ക് നിങ്ങൾ വരിക. ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോ ഏറ്റവും ലളിതമായ ഒരു വിഷയം എടുക്കാം. കോലാഹലങ്ങള് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമുണ്ടായത് മുതൽ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളുണ്ടായത് മുതൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ജുമുഅ ഏത് ഭാഷയിലാണ് നിർവഹിക്കേണ്ടത് എന്നത്. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികളുടെയും നിലപാട് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സ്വഹാബത്ത് ഏതൊരു നിലപാടാണ് സ്വീകരിച്ചത്? അവർ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരുപാട് നാടുകളിലേക്ക് പോയിട്ടുണ്ടല്ലോ. അറബി നാടുകളിലേക്കും അനറബി നാടുകളിലേക്കും പോയിട്ടുണ്ട്. കേരളത്തിൽ അവർ വന്നിട്ടുണ്ട്. അവരെവിടെ വെച്ച് വിവാഹം കഴിച്ചിട്ടുണ്ട്. അവരിവിടെ ജീവിതം കൂട്ടുകുടുംബ ജീവിതം ജീവിത വ്യവഹാരങ്ങളിൽ അവർ പങ്കുചേർന്നിട്ടുണ്ട്. ധാരാളം കാലം ഇവിടെ ജീവിച്ചിട്ട് അവരുടെ ഭാഷയും അവരുമായുള്ള ഇടപെടലും ഒക്കെ ഉണ്ടായിട്ടും പക്ഷേ ജനങ്ങളെ, മുസ്ലിമീങ്ങളെ, നവാഗതരായ ആളുകളെ അവർക്ക് മുമ്പിൽ കിട്ടുമ്പോൾ ഇത് നല്ലൊരു ചാൻസാണ്, ഇവരുടെ പ്രാദേശിക ഭാഷയിൽ നമുക്ക് പ്രസംഗിച്ചു കളയാം എന്നവരാരും മനസ്സിലാക്കിയില്ല. മറിച്ച് അറബി ഭാഷയിലാണ് അവർക്ക് ഖുത്ബ നിർവഹിച്ചിട്ടുള്ളത്. സ്വഹാബികളുടെയും എന്റെയും സ്വഹാബികളുടെയും പാത അത് ഏതാണ്? ഖുത്ബയുടെ വിഷയത്തിൽ അറബി ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇത് മുജാഹിദുകളുടെ സ്ഥാപക നേതാവ് കൂടിയായ KM മൗലവി എന്ന് പറയുന്ന മൗലവി തന്നെ ജുമുഅ ഖുത്ബ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ, താബിഈകൾ ഇവരെല്ലാവരും അറബി ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്നവരായിരുന്നു. ഖുത്ബ മുഴുവനും അറബി ഭാഷയിലായിരുന്നു നിർവഹിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ സാക്ഷീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ വിഷയകമായ നിലപാടെന്താണ്? സ്വഹാബത്തിന്റെ നിലപാടെന്താണ്? നമുക്ക് മനസ്സിലായി, അത് അറബി ഭാഷയിലുള്ള ഖുത്ബയായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് വന്നുകൊണ്ട് ഇസ്ലാമിൽ നവീകരണം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകളെ പരിശോധിക്കുക. അവർ എന്തിന്റെ പേരിലാണ് ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞത്? ഖുർആനിൽ അങ്ങനെ ഉണ്ടായതുകൊണ്ടായിരുന്നു? അല്ല. ഖുർആനിൽ ഖുത്ബ തിരിയേണ്ടതാണ് എന്ന് ഒരു ആയത്തിലും പറഞ്ഞിട്ടില്ല. ഹദീസിൽ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണോ? അല്ല, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ സഹാബികൾ എവിടെയെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ? അതുമല്ല. മറിച്ച് സ്വന്തമായ ഒരു യുക്തിവാദമായിരുന്നു അവർ നടത്തിയത്. ഖുത്ബ ഒരു പ്രസംഗമാണ്. പ്രസംഗം ജനങ്ങളുടെ ഭാഷയിലായിരിക്കണം, ഞങ്ങൾക്ക് തിരിയുന്നതായിരിക്കണം. ഇത് അവരുടെ ഒരു ന്യായീകരണം മാത്രമായിരുന്നു, യുക്തിവാദം മാത്രമായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഈ അടുത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഒരു ഹമീദ് ചാന്ദമംഗലൂർ എന്ന് പറയുന്ന ഒരു യുക്തിവാദി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് നല്ല ഒരു ത്രില്ല് തോന്നി. എന്താ കാര്യം? കാരണം ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ബാങ്ക് വിളി പ്രാദേശിക മലയാളത്തിലാക്കിക്കൂടെ എന്നാണ് അതിന്റെ ടൈറ്റിൽ. സുന്ദരമായിട്ടുണ്ട്. മുജാഹിദുകൾക്ക് പറ്റിയ വലിയ മുജാഹിദാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ? ശേഖരൂർ മൗലവി പോലും അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ബാങ്ക് മലയാളത്തിലാക്കിക്കൂടെ. അദ്ദേഹത്തിന്റെ ന്യായം എന്താ? അറബി എന്നത് മക്കയുടെ ഭാഷയാണ്, അറേബ്യയുടെ ഭാഷയാണ്. ഭാഷാപരമായ ആധിപത്യവും ഇമ്പീരിയലിസവും നമ്മൾ അംഗീകരിച്ചുകൂടാ. അതുകൊണ്ട് നമ്മൾ മലയാളികൾ, നമുക്ക് മലയാളത്തിൽ ബാങ്ക് കൊടുത്താൽ എന്തൊരു ചന്തമുണ്ടായിരിക്കും. നമ്മുടെ ഭാഷയോടുള്ള, പ്രാദേശിക ഭാഷയോടുള്ള പ്രളയത്തിന്റെ ഭാഗമായി അതിനെ വിലയിരുത്തപ്പെടാം. ഖുർആനും ഹദീസും മാറ്റിനിർത്തി, അതുപോലെ തന്നെ സഹാബികളുടെ വഴികളും മുത്തറസൂല് പഠിപ്പിച്ച മാനദണ്ഡങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയതായ ഒരു ഗവേഷണത്തിൽ നമ്മൾ മുതിർന്നാൽ ഇതിലപ്പുറം നമുക്ക് കേൾക്കേണ്ടി വരും. ഒരിക്കൽ ശേഖരൻ മൗലവിയുടെ ഒരു അനുയായിയുടെ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയുമോ? അദ്ദേഹം പറയുന്നത് നമ്മുടെ നിസ്കാരങ്ങൾക്കൊന്നും ജീവനില്ല എന്ന്. നമ്മുടെ നിസ്കാരങ്ങൾക്കും ജീവനില്ല. അതെന്താ കാരണം? അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതെന്തുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യേണ്ടി വരുന്നത്? നിസ്കാരം തന്നെ ഒരു ദുആ അല്ലേ? നിസ്കാരം തന്നെ ഒരു പ്രാർത്ഥനയല്ലേ? പിന്നെ
പിന്നെ എന്തിനാണ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നത്? നിസ്കാരം എന്ന ദുആ അല്ലെങ്കിൽ നിസ്കാരം എന്ന പ്രാർത്ഥന അത് പ്രാർത്ഥനയായിട്ടില്ല എന്നതുകൊണ്ടാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ മറുപടി, അദ്ദേഹത്തിന്റെ വിശദീകരണം, അത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നാമും ദൈവവും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. എന്നാൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ജീവൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവനുള്ള പ്രാർത്ഥനയും ജീവനുള്ള നിസ്കാരവുമാകണോ? എന്നാൽ നമ്മൾ മലയാളത്തിൽ നിസ്കരിക്കണം എന്നാണ് അദ്ദേഹം ക്ലാസ് എടുത്തത്. ഖുർആൻ എന്ന തെളിവ്, ഹദീസ് എന്ന തെളിവ്, മറിച്ച് സഹാബികൾ ചെയ്തതെന്ന തെളിവ്, അല്ലാഹു റസൂൽ പഠിപ്പിച്ച മാനദണ്ഡങ്ങൾ ഒന്നുമല്ല തെളിവ്, മറിച്ച് സ്വന്തം യുക്തിയാകുന്നു. എന്നാൽ ഇത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്, ഇത് മുഅ്മിനിന്റെ ലക്ഷണമല്ല. അവരെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ ഒരു ഭാഗം ആളുകൾ ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവഗണിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോരുത്തരും പുതിയ വാദഗതികളുമായി മുന്നോട്ട് വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചൂണ്ടിക്കാണിച്ചു തന്ന വിഭാഗം ഏതോ ആ വിഭാഗത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഭൂരിപക്ഷം എവിടെ നിൽക്കുന്നു? മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം മുഖ്യധാര എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള കണക്ക് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ കാലത്തും മുഖ്യധാരയായി ഭൂരിപക്ഷമായി നിലകൊണ്ടിട്ടുള്ളത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്താണ്. എവിടെ? മുസ്ലിം സമുദായത്തിന്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കും, ഖുർആനിലെ ഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളിൽ വളരെ കുറച്ച് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, സത്യം അംഗീകരിക്കുന്നുള്ളൂ എന്ന് ഖുർആനിലില്ലേ? അപ്പൊ ന്യൂനപക്ഷമാണ് ഖുർആന്, ന്യൂനപക്ഷമാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളെന്ന് ഖുർആൻ പറയുന്നു. ഖുർആനിനെതിരായ ഹദീസുകൾ നമ്മൾ തള്ളിക്കളയും എന്നൊന്നും ന്യായം ഉന്നയിച്ചുകൊണ്ട് വരേണ്ടതില്ല. ഞാൻ പറഞ്ഞു, മുസ്ലിമീങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നാണ് ഞാൻ പറഞ്ഞത്. തൊട്ടികളുടെ കൂട്ടത്തിൽ നന്ദികെട്ടവരാണ് ഏറ്റവും കൂടുതൽ എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. കാരണം മുസ്ലിമീങ്ങൾ ആഗോള ജനസംഖ്യയെ നമ്മൾ കണക്കിലെടുത്താൽ മുസ്ലിങ്ങൾ വളരെ തുച്ഛമായിരിക്കും. ഖലീൽ തന്നെയാണ് അള്ളാഹുവിന് വഴിപ്പെടുന്നത് എന്നത് ശരിയാണ്. ആ ഖലീലിലെ ഏറ്റവും ശരിയായ ഗ്രൂപ്പ് ഏതാണ് എന്നതിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മാനദണ്ഡമാണ് ഞാൻ പറയുന്നത്. അസ്തവാദുല്ലാഹം. ഓരോന്നോരോ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നമുക്കറിയാം, ജുമുഅക്ക് നമ്മൾ 2 ബാങ്ക് വിളിക്കുന്നു. കേരളത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ 2 ബാങ്കാണ് വിളിക്കുന്നത് ജുമുഅക്ക്. നിങ്ങൾ മക്കയിൽ പോയി നോക്കൂ, മദീനയിൽ പോയി നോക്കൂ, ഉഗാണ്ടയിൽ പോയി നോക്കൂ, പെറുവിൽ പോയി നോക്കൂ, ചിലിയിൽ പോയി നോക്കൂ, സാൻ ഫ്രാൻസിസ്കോയിൽ പോയി നോക്കൂ, എവിടെ പോയി നോക്കിയാലും നമുക്കറിയാൻ സാധിക്കും, ഏത് ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ജുമുഅക്ക് 2 ബാങ്കാണ് വിളിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് തുടക്കം കുറിച്ച ആ സംഭവം ഇമാം ബുഖാരി പറയുന്നു. സബത്തൽ അംറു അലാ ദാലിക, ആ കാര്യത്തിന്റെ മേൽ വിധി തീരുമാനമാക്കപ്പെട്ടു. അങ്ങനെ തന്നെ വിഷയം സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് മക്കത്തും മദീനത്തും എന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ജുമുഅക്ക് 2 ബാങ്ക് നമ്മൾ കേൾക്കുന്നു. സ്വഹാബത്തിന്റെ പാത ഏതാണ്? തർക്കമുണ്ടാകുമ്പോൾ ഏത് സ്വീകരിക്കണം? സ്വഹാബത്തിന്റെ പാത സ്വീകരിക്കണം. സ്വഹാബത്തിന്റെ പാത ഏതാണ്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജുമുഅയുടെ ഖുത്ബയുടെ വിഷയത്തിൽ അറബിയാണ് എന്നതുപോലെ തന്നെ ജുമുഅയുടെ ബാങ്കിന്റെ വിഷയത്തിൽ 2 ബാങ്കാണ് സ്വഹാബത്ത് നിർവഹിച്ചത്. ഇന്നേവരെയുള്ള മുസ്ലിമീങ്ങളുടെ ശല്യം അതാകുന്നു. മറ്റൊരു വിഷയത്തിലേക്ക് വരിക, സ്ത്രീകളുടെ ജുമുഅ ജമാഅത്തിനെ നിങ്ങൾ പരിഗണിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾ എവിടെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ആർക്കും മനസ്സിലാക്കാവുന്ന വിഷയത്തിൽ രൂപത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, സ്ത്രീകൾക്ക് അവരുടെ വീടാകുന്ന ഉത്തമമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബത്തുണ്ടാ മനസ്സിലാക്കിയത്, സഹാബത്ത് തന്നെയാണ് മനസ്സിലാക്കിയത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ഒരിക്കൽ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ വൃത്തിയെ കാണാനില്ല. എവിടെയാണ് എന്റെ വൃത്തിയായെന്ന് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു പള്ളിയിൽ പോയതാണ്. ഉടനെ തന്നെ മഹാനായ അബൂബക്കർ ആ സ്ത്രീ വരുന്നവരെ കാത്തു നിൽക്കുകയും വന്നപ്പോ ആ സ്ത്രീയോട് അട്ടഹസിക്കുകയും എന്നിട്ട് ചോദിക്കുകയും ചെയ്തു, അല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ചാണ് സംസ്കാരവും അതുപോലെയുള്ള കാര്യങ്ങളും കൽപ്പിച്ചിട്ടുള്ളത്, വീട്ടിലാണ് അവരോട് അടങ്ങിയൊതുങ്ങിയിരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നീ അറിഞ്ഞിട്ടില്ലേ? ജനാസ സംസ്കാരത്തിന് ജുമുഅ ജമാഅത്തുകൾക്കൊന്നും പെണ്ണുങ്ങൾ പോകേണ്ടതില്ല
എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന നീ അറിഞ്ഞിട്ടില്ലേ എന്ന് മഹാനായ അബൂ ബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? സഹാബത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് നമുക്ക് മനസ്സിലായി. ഇനി നേരത്തെ പറഞ്ഞ മാനദണ്ഡം എടുത്തു നോക്കൂ. കേരളത്തില് ഇസ്ലാം കൊണ്ടുവന്നത് സഹാബത്താണെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ 10ഓളം പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം നിസ്കരിക്കാൻ ഇടമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാൻ പ്രത്യേകമായ ഒരിടം പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ഇസ്ലാമിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് കാരണം. അപ്പോ സഹാബികളുടെ പാത ഏതാണ്? റസൂലുള്ളാഹിന്റെ പാത ഏതാണ്? മുസ്ലിമീങ്ങളുടെ മുഖ്യധാരയുടെ പാത ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അവിടുത്തെ വിഖ്യാതമായ ഗ്രന്ഥത്തിന് പറയുകയുണ്ടായി, വിശദീകരിക്കുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ പഠനം നടത്തുക. തറാവീഹിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന പാത ഏതാണ്? ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാനൂ യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബി20 റക്അ ഫീ റമളാന ബി20 റക്അ. റമളാനിലെ സ്വഹാബത്തുൽ കിറാം കാനൂ യഖൂമൂന, അവരെല്ലാവരും കാനൂ യഖൂമൂന, അവർ നിർവഹിച്ചിരുന്നു റമളാനിലെ 20 റക്അത്ത് നിസ്കാരം എന്ന് വളരെ വ്യക്തമായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഹദീസ് സ്വഹീഹാണെന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല. സ്വഹീഹായ ഈ റിവായത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ലോക മുസ്ലിമീങ്ങള് തറാവീഹ് 20 റക്അത്താണ് നിസ്കരിക്കുന്നത്. ഇന്നും മക്കയിലും മദീനയിലും 20 റക്അത്താണ് നിസ്കരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവര് കേരളത്തിൽ വന്നപ്പോ അവരിൽ 20 റക്അത്താണ് നമുക്ക് പഠിപ്പിച്ചത്. 1921 മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകുന്നത് നമുക്കറിയാം. ഈ 1921 അവരുണ്ടായിട്ട് അവരുടെ തറാവീഹ് എത്ര റക്അത്തായിരുന്നു? 20 റക്അത്തായിരുന്നു. പിന്നീട് 22 അന്നും 20 റക്അത്ത് തന്നെയായിരുന്നു. 1926 അൽ കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്ത് എന്ന പുസ്തകം എഴുതുന്ന സമയത്ത് അതിന്റെ 1ാം പതിപ്പിൽ പോലും തറാവീഹ് അത് 20 റക്അത്താണ്. അത് ഇശായിന് ശേഷമാണ്, റമളാനിൽ മാത്രമുള്ളതാണ്, ഈ 2 റക്അത്തിൽ സലാം വീട്ടേണ്ടതാണ് എന്ന് പോലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ തർക്കമില്ല. പിന്നീടാണ് തർക്കമുണ്ടാകുന്നത്. പിന്നീട് 8 ഒരിക്കൽ പറഞ്ഞു, 11 പിന്നൊരിക്കൽ പറഞ്ഞു, അത് എത്രയും നിസ്കരിക്കാമെന്ന് വേറെ ഒരിക്കൽ പറഞ്ഞു. പിന്നെ അത് ഏത് നിസ്കാരം, തറാവീഹ് എന്നൊരു പ്രത്യേക നിസ്കാരം തന്നെ ഇല്ല എന്ന് അവസാനം പറഞ്ഞു. ഇങ്ങനെ പല വാദങ്ങളും ഈ വിഷയകമായി വന്നു. തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് പറയുന്നത്? അല്ല. പണ്ഡിതന്മാർ മുഖ്യധാര ഈ വിഷയത്തിൽ അതാണോ പറഞ്ഞത്? അല്ല. എന്ന് മാത്രമല്ല, ഒരു പണ്ഡിതന്റെ പോലും എന്റെ പുസ്തകം എന്റെ കയ്യിലുള്ളത് അൽ ഇസ്ലാഹ് മാസിക എന്ന് പറയുന്ന മുജാഹിദുകളുടെ ഒരു മാസികയാണ്. ഇതിന് ഇവരുടെ പ്രമുഖനായ ഒരു ഹദീസ് പണ്ഡിതൻ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് എന്താണെന്ന് അറിയുമോ? തറാവീഹ് നിസ്കാരം 11-ലധികം നിസ്കരിക്കൽ അനാചാരമാണെന്ന് ഞാൻ എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ചത് KNM വിഭാഗമാണ്. KNM പ്രസിദ്ധീകരണ വിഭാഗമാണ്. സലഫുകളിൽ ഒരു പണ്ഡിതരെങ്കിലും ഇപ്രകാരം പറഞ്ഞത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പണ്ഡിതന്മാര് ഇത്രയും കാലം പണ്ഡിതന്മാര് തറാവീഹിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് അവരാരും തന്നെ 11 റക്അത്തിലേറെ തറാവീഹ് നിസ്കരിക്കുന്നത് അനാചാരമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഞാനത് പറഞ്ഞു. കാരണം എന്താ? അത് ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽപ്പാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഓരോ വിഷയങ്ങളെയും നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുക. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും മുസ്ലിമീങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ഇവർ ഓരോന്നും ചെയ്യുന്നത്. ഏറ്റവും വിവാദമായ വിഷയം ഇപ്പോ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നമാണല്ലോ. അവിഷയത്തില് ഇവർ പറയുന്നത് എന്താണ്? നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താ? മുഅ്മിനീങ്ങളായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. മറിച്ച് അല്ലാഹു തആലയാണ് എല്ലാം നൽകുന്നത്, അല്ലാഹു ആകുന്നു എല്ലാം കൊടുക്കുന്നത്. അല്ലാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്, അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവാണ് മുഴുവനായി നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓരോ നിമിഷവും അല്ലാഹുവിലേക്ക് മനുഷ്യൻ അവൻ ആവശ്യമായിക്കൊണ്ട് ഫഖീറായിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാണ് മുസ്ലിമീങ്ങളായ നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനോ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുവാനോ മുസ്ലിമായ ഒരാൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല.
വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ലാ തദഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത്, ആരോടും ദുആ ചെയ്യരുത് എന്നാണ്. അതിലാർക്കും തർക്കമില്ല. പക്ഷേ പ്രശ്നമുള്ളത് എവിടെയാണെന്നറിയുമോ? പ്രാർത്ഥന എന്നാൽ എന്താണ് എന്ന വിഷയത്തിലാണ് തർക്കം. അതാണ് തർക്കം. പ്രാർത്ഥന എന്നാൽ എന്താണ്? പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു അൽ ഇനായ, റബ്ബിനോട് തന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയും. എന്താണ് ആ വ്യാഖ്യാനം എന്നറിയുമോ? ഇബാദത്തിന് ഇവർ പറഞ്ഞ വ്യാഖ്യാനം, ഇബാദത്തിന് നിർവചനമായി നാം പറയാറുള്ളത്, അതേ അൽ ഇസ്ലാഹ് മാസികയാണ് ഞാൻ വായിക്കുന്നത്. ഇബാദത്തിന് നിർവചനമായി നാം പറയാറുള്ളത് ഇന്ന് പിളർപ്പന്മാർക്ക് അസ്വീകാര്യനായ ഇമാം റഷീദ് റിള തന്റെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ്. എന്താ ഇമാം റഷീദ് റിള എന്ന് പറയുന്ന റഷീദ് റിള തന്റെ അഭിപ്രായമായി പറഞ്ഞിട്ടുള്ളത്? അഭൗതികമായ നിലക്ക്, മറഞ്ഞ നിലക്ക് ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ആശങ്കപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരാളെ ഭയപ്പെടുകയോ ഒരാളോട് എന്തെങ്കിലും ചോദിക്കുകയോ പ്രതീക്ഷിക്കുകയോ താഴ്മ കാണിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്താൽ അതാണ് പ്രാർത്ഥന ഇബാദത്ത് എന്നാണ് റഷീദ് റിള പറഞ്ഞത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാന് മമ്പുറത്ത് സിയാറത്തിന് പോയി. അവിടെ പോയപ്പോ അവിടെ സ്വല്പം വെള്ളമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എണ്ണയുണ്ട്. ആ എണ്ണ എന്റെ ശരീരത്തിൽ ഞാനിങ്ങനെ പുരട്ടി. അപ്പൊ എന്റെ വിശ്വാസം എന്താ? മമ്പുറത്ത് തങ്ങളുടെ ജിവാറിൽ നിൽക്കുന്ന ഒരു എണ്ണയാണല്ലോ ഇത്, അതുകൊണ്ട് ഇതിന് ബറക്കത്തുണ്ടാകും. ആ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എന്റെ രോഗം സുഖപ്പെടുത്തും എന്ന് കരുതി ഞാൻ ഈ എണ്ണ എന്റെ ശരീരത്തിൽ പുരട്ടിയാൽ അത് ഇബാദത്താണ്. കാരണം മറഞ്ഞ നിലക്ക് ഒരു ഗുണം പ്രതീക്ഷിക്കലാണിത്. അതുകൊണ്ട് തേടിയിട്ടില്ലെങ്കിലും ചോദിച്ചിട്ടില്ലെങ്കിലും ഇത് ശിർക്കാകുന്നു. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? റഷീദ് റിളയുടെ വിശദീകരണത്തിൽ നിന്നും വ്യാഖ്യാനത്തിൽ നിന്നും കിട്ടിയതാ. എന്നാൽ ഇത് മുസ്ലിം മുഖ്യധാരയുടെ അഭിപ്രായമാണോ? അല്ല. എന്തുകൊണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല. നോക്കൂ, ഇബാദത്തിന് നിർവചനമായി നാം പറയാറുള്ളത് ഇന്ന് പിളർപ്പന്മാർക്ക് അസ്വീകാര്യനായ റഷീദ് റിള തന്റെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ്. ഈ നിർവചനം പിളർപ്പന്മാർ എന്ന് പറഞ്ഞത് മറ്റേ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞതാ. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ചോദ്യങ്ങൾ വരുമ്പോ നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഏതായിരുന്നാലും സലാം സുന്നനി എന്ന് പറയുന്ന ഇവരുടെ ഹദീസ് മുഹദ്ദിസായ ആൾ പറയുന്നു, ഇന്ന് മൗലവി ഗ്രൂപ്പ് തള്ളിക്കൊണ്ടിരിക്കുന്ന റഷീദ് റിള എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം തന്നെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ്. വിഷയകമായി ഇബാദത്തിന്റെ നിർവചനം പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഈ നിർവചനം സലഫുകളിൽ ഒരു പണ്ഡിതരെങ്കിലും പറഞ്ഞത് നമുക്ക് ഉദ്ധരിക്കുവാൻ സാധ്യമല്ല. ഇങ്ങനെ ഒരു നിർവചനം സലഫുകളിൽ ആരും പറഞ്ഞിട്ടേയില്ല. അപ്പൊ ഇത് ഇവർ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്തതാണ്. മുസ്ലിം ലോകത്തെ ശിർക്കുവൽക്കരിക്കുവാൻ വേണ്ടി, മുശ്രിക്കാക്കുവാൻ വേണ്ടി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ന്യായീകരണം എവിടെ നിന്ന് കിട്ടിയതാണ്? റഷീദ് റിളയുടെ തഫ്സീറിൽ നിന്ന് കിട്ടിയതാണ്. റഷീദ് റിളയുടെ തഫ്സീറിന് മുമ്പ് ലോകത്ത് ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ആരും ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം മുഖ്യധാരയുടെ ഒപ്പമാണോ ഇവരുള്ളത്? അല്ല. അല്ലെങ്കിലും ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ ഇസ്ലാമിന് ചുരുക്ക് മാത്രം, മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ചുരുക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. മുസ്ലിമീങ്ങള് മൊത്തമായും എപ്പോഴും ചുരുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ പേടിക്കേണ്ട ഒരു വിഷയമായിരുന്നു. അത് ഏറ്റവും കൂടുതലായി പേടിക്കേണ്ട വിഷയമായിരുന്നു. എന്ത്? ചുരുക്ക് ചെയ്യുക എന്നുള്ളത്. എന്നാൽ അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇമാം ബുഖാരി ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉദ്ധരിച്ച ഹദീസ്, വല്ലാഹി അല്ലാഹുവാണ് സത്യം. എന്തിനാ വല്ലാഹി പറഞ്ഞത്? പിന്നീട് ചില ആളുകൾ വരും നിഷേധിക്കാൻ വേണ്ടി എന്നതുകൊണ്ടായിരിക്കണം. വല്ലാഹി അല്ലാഹുവാണ് സത്യം. ഇന്നി തെരുക്കീത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇന്നി അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ബലീഗായി, ഏറ്റവും ഫസീഹായി സംസാരിക്കുന്നയാളാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിഷേധികളിലെയും പലരും വരാനുണ്ട്. ഈ പറഞ്ഞ വിഷയത്തിനെ ധിക്കരിക്കുന്ന ആളുകൾ പലരും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചും പറയുന്നു, ഇന്നി ലസ്തു അഖ്ശ, ഞാൻ ഭയപ്പെടുന്നില്ല. അൻ തുശ്രികൂ, നിങ്ങൾ മുശ്രിക്കായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. ബാദി, എന്റെ ശേഷം നിങ്ങൾ മുശ്രിക്കായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഏതെങ്കിലും ഒരാൾക്കോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ശിർക്ക് സംഭവിക്കൂല എന്നല്ല, മുസ്ലിം മുഖ്യധാരയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അസ്തവാദുൽ ആലം ഇവർ പറയുന്ന ശിർക്ക്, ഇത് ശിർക്കാണെന്നുണ്ടെങ്കിൽ ലോകത്ത് മുസ്ലിമീങ്ങളിൽ 1% 2% അല്ലാത്ത മുഴുവനും മുശ്രിക്കായി പോകണമായിരുന്നു. അങ്ങനെ പിൽക്കാലത്ത് സംഭവിക്കുമായിരുന്നുവെങ്കിൽ സാദിഖുൽ മസ്റൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അങ്ങനെ പറയൂല. ലസ്തു
പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അറിയുമോ? അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നി അത്തഖവ്വഫു അലൈക്കും, ഞാൻ ഭയപ്പെടുന്നു, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. റജുലുൻ, ഒരു മനുഷ്യൻ. എന്താ മനുഷ്യന്റെ പ്രത്യേകത? ഖറഅൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിച്ചു. അവൻ ഖുർആൻ ധാരാളമായി പഠിച്ചു, ഓതുന്നുണ്ട്. ഹത്താ ഇദാ റഅയ ബഹിജതുഹു അലാ വജ്ഹിഹി, അവന്റെ മുഖത്ത് ഖുർആന്റെ പ്രഭ, ഖുർആന്റെ സൗന്ദര്യം ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങി. വകാന ലിദഅൻ ഇസ്ലാം, അവൻ ഇസ്ലാമിന്റെ സഹായിയും ഇസ്ലാമിന്റെ പ്രവർത്തകനുമായി. അങ്ങനെ ഇരിക്കെ അവൻ വലിയ ഇസ്ലാമിന്റെ പ്രവർത്തകനാണ്, ഖുർആൻ ധാരാളമായി ഓതുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അയാൾക്ക് മാർഗഭ്രംശം സംഭവിച്ചു പോകുന്നു. എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത്? പിന്നിട്ട് തീവ്രവാദിയായിക്കൊണ്ട്, ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സായുധനായിക്കൊണ്ട് അവൻ തന്റെ സഹോദരന്റെ നേരെ ചെന്നിട്ട് അവനെ ശിർക്ക് ആരോപിക്കുന്നു. അപ്പോ എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനെയാണ്? അവിടുന്ന് ഇങ്ങനെയുള്ള ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളെ ശിർക്ക് ആരോപിക്കുന്ന ആളുകളെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഏത് വിഭാഗമാണ്? ഇതാരാണ്? അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെട്ട സംഗതി പുലർന്നു. എന്ത് പുലർന്നു? മഹാനായ അലി റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ പുലർന്നു. അവിടുന്ന് തുടങ്ങി. ഇസ്ലാമിലെ ആദ്യത്തെ അവാന്തര പ്രസ്ഥാനങ്ങൾ ആരായിരുന്നു എന്നറിയുമോ? ഖവാരിജുകളായിരുന്നു. ആ ഖവാരിജുകളുടെ പണി എന്തായിരുന്നു എന്നറിയുമോ? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാനു ഇൻഫലഖു ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ. ഈ ഖവാരിജുകളുടെ പരിപാടി എന്തായിരുന്നു? അവരുടെ ഏർപ്പാടുണ്ടായിരുന്നു. ഇൻഫലഖു ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ, കാഫിരീങ്ങളെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകൾ, അതിലേക്ക് അവർ പോയി. എന്നിട്ട് മുസ്ലിമീങ്ങൾക്ക് അത് ബാധകമാണ് എന്ന് അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പൊ കാഫിറുകളുടെ മേൽ ഇറങ്ങിയ ആയത്തുകൾ തുടങ്ങിയ ആയത്തുകൾ, ഇങ്ങനെയുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന പ്രവണത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഖവാരിജുകളാണ് അതിന് തുടക്കം കുറിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച ആ പ്രവചനം അതാ ഖവാരിജുകളിലൂടെ പുലർന്നു. ഖവാരിജുകളുടെ അനുയായികളിലൂടെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ നമുക്ക് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പറയാം. ഇനി ഒന്നു കൊടുക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മുഖാമുഖം പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഇനി പ്രസംഗിച്ച് നീട്ടുന്നത് തീരെ ഉചിതമല്ല. ധാരാളം ആളുകൾ അവരുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരത്തിന് വേണ്ടി എത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് നിർത്താം. ജുമാ ജമാഅത്തിന്റെ വിഷയവും, അതുപോലെ ജുമയുടെ രണ്ടാം ബാങ്കിന്റെ വിഷയവും, തറാവീഹിന്റെ വിഷയവും, ഇസ്തിഗാസയുടെ വിഷയവും ഒക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയുണ്ടായി. എതിർപക്ഷത്തുള്ള ആളുകൾ ഈ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലുമൊക്കെ ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥയും അങ്ങനെ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കുന്ന ഒരവസ്ഥയുമാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ കെ.പി. ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അതുപോലെ കെ.വി. ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ പച്ചമലയാളത്തിൽ എഴുതുകയുണ്ടായി. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ ഇമാമാണ്. ഒരിക്കൽ ഹജ്ജിന് പോയ സമയത്ത് പ്രയാസമുണ്ടായപ്പോ വഴി തിരിയാതെയായ സമയത്ത് യാ ഇബാദല്ലാഹ് ദുല്ലൂനി അലാ ത്വരീഖ് എന്ന് പറഞ്ഞ് അവിടുന്ന് സഹായം തേടുകയുണ്ടായി അള്ളാഹുവിന്റെ അടിമകളോട്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം റസാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഇസ്തിഹാസയെ കുറിച്ച് ധാരാളം കിതാബുകളിൽ പറയുന്നുണ്ട്. അവിടുത്തെ ശർഹ് ഖസീദത്തുൻ നഫ്സ്, അതുപോലെ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ തുടങ്ങിയ പല കിതാബുകളിലും ഈ ഇസ്തിഹാസയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി
അലൈഹി ഇസ്തിഗാസയെ അംഗീകരിച്ച പണ്ഡിതനാണ്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിഗാസയെ അംഗീകരിച്ചയാളാണ്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിഗാസയെ അംഗീകരിച്ചയാളാണ്. അതുപോലെ തന്നെ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഇസ്തിഗാസയെ അംഗീകരിച്ചയാളാണ്. ഇങ്ങനെ ഓരോ നൂറ്റാണ്ടുകളിലും ജീവിച്ച മഹാന്മാർ അവരൊക്കെയും അവിടെ ആ നൂറ്റാണ്ടിലെ നേതൃസ്ഥാനത്തുള്ള ആളുകളൊക്കെയും ഇസ്തിഗാസയെ അംഗീകരിച്ചവരാകുന്നു. ഇവരെയൊക്കെ ശിർക്കിന്റെ പട്ടികയിലേക്ക് തള്ളി അവരൊന്നും സ്വർഗത്തിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരെ നമുക്ക് വേണമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുഖ്യധാരയെ നിങ്ങൾ ആശ്രയിക്കുക എന്നാണ്. ഇവരൊക്കെ ഒഴിവാക്കി ഇസ്ലാമിന് തന്നെ മുഖ്യധാരയും ഉണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒരൊറ്റ ആയത്ത് ഞാൻ ഓതി വെച്ച ആയത്ത്, സത്യം വ്യക്തമായതിനു ശേഷവും ആർക്കെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് എതിർ പ്രവർത്തിച്ചാൽ, മുസ്ലിം മുഖ്യധാരയുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം സ്വീകരിച്ചാൽ, മുസ്ലിമീങ്ങളുടെ വഴിയല്ലാത്ത മറ്റൊരു വഴി സ്വീകരിച്ചാൽ, അവന്റെ വഴിക്ക് നാം അവനെ തെളിക്കുന്നതാണ്, ജഹന്നം അവനെ നരകത്തിൽ നാം കടത്തുന്നതുമാകുന്നു. അത് വളരെ മോശമായ സങ്കേതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടുവാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുവാനുള്ള അവസരം നിഷേധിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കുറച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, സദസ്സിൽ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാം ദീനാണ്. ومن يبتغي غير الإسلام دينا فلن يقبل منه. ദീനുൽ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു ദീൻ ആരെങ്കിലും തേടിയാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവൻ പരലോകത്ത് പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദീനിന്റെ മറ്റൊരു നാമമാണ് സുന്നത്ത് ജമാഅത്ത്. അതിന്റെ വക്താക്കൾക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയപ്പെടുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച മഹാന്മാരായ സലഫ് സാലിഹീങ്ങൾ ഇവിടെ കാണിച്ചു തന്ന ആശയാദർശങ്ങൾ ഇന്നും മാറ്റത്തിരുത്തലിലേക്കും വിധേയമാക്കപ്പെടാത്ത വിധം സംരക്ഷിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്ത് മുസ്ലിം ലോകം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അതിൽ കുറെയൊക്കെ പരിഷ്കരണങ്ങൾ ആവശ്യമാണ്, കുറെയൊക്കെ തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് ചിന്തിച്ച ബിദ്അഈ പ്രസ്ഥാനങ്ങൾ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഉജ്ജ്വലമാക്കുകയും അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ വളരെയേറെ മലീമസപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഖേദകരമായ സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്വീകരിച്ചു വന്ന സലഫ് സാലിഹീങ്ങൾ സ്വീകരിച്ചു വന്ന ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആ അഖീദ ഉൾക്കൊള്ളുന്ന വിശ്വാസികളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന അവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ സാലിഹീങ്ങൾ, ഔലിയാക്കൾ, മഹാന്മാരായ സൂഫികൾ അവരെല്ലാവരും ഇവിടെ പഠിപ്പിച്ചു വന്നിട്ടുള്ള ആശയാദർശങ്ങൾ ശ്രദ്ധിക്കേണ്ട സാരല്ല, ചെറിയ വീണത
നിങ്ങൾ നോക്കൂ, കേരളത്തിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട കന്യപ്രസാദിനെയും ഇ കെ ഹസൻ മുസ്ലിയാരെയും അതുപോലെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അവരുടെയൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അതുപോലെ തന്നെ ഉള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അവരൊക്കെ കുതുബിയത്ത് ഓടുന്നവരായിരുന്നു, അവരൊക്കെ വഹീദീൻ ശൈഖിനെ വിളിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ദീനിൽ നിന്ന് പുറത്താണെന്ന് പ്രചരിപ്പിച്ചു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. അല്ലാഹു അവരുടെ ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ. അവരും മന്ത്രം ചോദുന്നവരായിരുന്നു, അവർ ഔലിയാക്കളെ ആദരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണ് കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സീഡി പുറത്തിറക്കി. അങ്ങനെ അറബ് രാഷ്ട്രത്തിലുള്ള അറബികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സീഡി പുറത്തിറക്കി വളരെ തെറ്റായ രീതിയിൽ ശിഹാബ് തങ്ങളടക്കമുള്ള സാധാത്തുക്കളെ മുസ്ലിങ്ങളാക്കി ചിത്രീകരിക്കുന്ന അവസ്ഥാവിശേഷം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതിനെ സംബന്ധിച്ച് സംശയമുള്ള ആളുകളുടെ സംശയം ദൂരീകരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്നത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നാം ആലോചിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മുഖാമുഖം പരിപാടിയിൽ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കുവാനുള്ള അവസരമാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വികലമാക്കി ജനങ്ങളെ തെറ്റായ രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന വിധേയാശയങ്ങൾ, അതിനെതിരെ ഒരു ജീവനാണ് നമ്മുടെ മുൻഗാമികൾ ബഹുമാനപ്പെട്ട ഫാനിൽ അഹമ്മദ് മുസ്ലിയാറടക്കം ഇ കെ ഹസൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശംസുല്ലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കന്യപ്രസാദ് തുടങ്ങി നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാസങ്ങൾ, ശൈഖുനാ കാന്തപുരം ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ നേതാക്കളും പണ്ഡിതന്മാരും സൂഫികളും എല്ലാവരും നിലനിൽക്കുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ആ മഹത്തായ ആശയാദർശങ്ങളിൽ പരിപൂർണമായി അടിയുറച്ചു നിന്നുകൊണ്ട് അതാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കൾക്ക് പ്രചോദനം നൽകുവാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനുമുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തുവാൻ ഈ സമയത്ത് പ്രത്യേകമായി മാന്യ ശ്രോതാക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സുദീർഘമായി സംസാരിക്കാനുള്ള അവസരം അല്ല, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പുത്തൻവാദികളായ ആളുകൾ, അതുപോലെ തന്നെ പല പല വികലമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരും അവരുടെ ആശയങ്ങൾ എതിർക്കണമെന്നും അവരെ നേരിടണമെന്നും വളരെ വ്യക്തമായവർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ലോക പ്രശസ്ത പണ്ഡിതനായ ഗസാലി ഇമാമിനെ അറിയാത്തവരില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വത്തിസാഖു സലഫിൽ ഉമ്മത്തി അലാ റദ്ദിൽ മുബ്തദിഅ, പുത്തൻവാദികളെ നേരിടണമെന്ന വിഷയത്തിൽ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു പണ്ഡിതനും തർക്കമില്ല. സലഫുൽ ഉമ്മത്ത് മുഴുവനും ആ വിഷയത്തിൽ ഇത്തിഫാഖാണ്, ഏകോപിച്ചിരിക്കുന്നു. അതിശക്തമായി അവരെ ഇൻകാർ ചെയ്യണം, അവരെ പ്രതിരോധിക്കണമെന്ന് ലോക മുസ്ലിംകൾ ഇത്തിഫാഖാണ്, ഏകോപിതമായി യാതൊരു തർക്കവുമില്ലാത്ത വിധത്തിൽ അംഗീകരിച്ച വിഷയമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ മുഖ്തസയിൽ അംശങ്കൾക്കിടയില്ലാത്ത വിധം വ്യക്തമായി നമ്മളെ പ്രചരിക്കുകയാണ്. അതുകൊണ്ട് പുത്തൻവാദികളെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ഈ കേരളത്തിൽ പ്രവർത്തിച്ചു വന്ന ഉലമാക്കൾ മുഴുവനും വളരെയേറെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ പ്രഗത്ഭനായ, നമ്മുടെയൊക്കെ മദ്ഹബിന്റെ ഇമാമായ ഇമാമികളുടെയൊക്കെ ഗ്രന്ഥങ്ങൾ വളരെ സവിസ്തരം പ്രതിപാദിച്ചു, മസ്അലകൾ ക്രോഡീകരിച്ചു, സഹീഹായ വിധത്തിൽ മസ്അലകൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി വിനയികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അസ്വാഇഖുൽ മുഹരിഖ ഫിർ റദ്ദി അലാ അഹ്ലി സയ്യിദ് വസ്സംഖ എന്ന്
ഒരു ഗ്രന്ഥം രചിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കാലഘട്ടങ്ങളിലുള്ള ഉലമാക്കളും വിദേശകാരം പ്രതിരോധിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നാം മനസ്സിലാക്കി പുത്തൻ ആശയങ്ങൾ ഒരിക്കലും നിലനിൽക്കാൻ പാടില്ല. തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് പല ആളുകളും തെറ്റിദ്ധാരണാപരമായി ചില സംശയങ്ങളിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ്. അവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, സാധുമാർ, നൗഷാദ് അഹ്സനി ഒതുക്കുങ്ങൻ, ഫൈസൽ അഹ്സനി രണ്ടത്താണ്, അതുപോലെ തന്നെ റഫീഖ് അഹ്സനി തുടങ്ങിയ നമ്മുടെ പണ്ഡിതന്മാർ, യുവപണ്ഡിതന്മാർ, വലിയ വലിയ ഉസ്താദുമാരുടെയും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും ഒന്നും ആവശ്യം ഇവരെ നേരിടുന്ന വിഷയത്തിൽ ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ യുവനേതൃത്വത്തിന് തന്നെ പുത്തൻവാദികളായ ആളുകളെ ശരിക്കും അവരുടെ ആശയങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളുടെയൊക്കെ സഹകരണം, എല്ലാ രീതിയിലുള്ള സഹകരണവും അച്ചടക്കവും പരിപൂർണമായി പാലിച്ചുകൊണ്ട് എല്ലാ രീതിയിലും സഹകരിച്ച് കാര്യങ്ങൾ പരസ്പരം പ്രതിപാദിക്കപ്പെടുന്ന, സ്ഥിരീകരിക്കപ്പെടുന്ന, സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്ന ഈ വേദി ധന്യമാക്കുന്ന വിഷയത്തിൽ എല്ലാവരുടെയും സഹകരണം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ചില നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട നൗഷാദ് അഹ്സൻ നിങ്ങൾക്ക് നൽകും. ഇത് സംഘടനാപരമായ കാര്യങ്ങൾ ചോദിക്കാനുള്ള വേദിയല്ല, മറിച്ച് ഇത് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പുത്തൻവാദികളായ ആളുകളുടെ ആശയങ്ങൾ, അഖീദയിൽ പോയി സംഭവിച്ച ആളുകളുടെ ആശയങ്ങൾ ചോദിക്കുവാനുള്ള ബദരീങ്ങളെ കാക്കണയെന്ന് വിളിക്കുന്ന സുന്നികൾ മുഴുവനും മുസ്ലിക്കുകളാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ പറയുന്ന ആശയങ്ങൾ അത് ചോദിച്ച് ദൂരീകരിക്കുവാനുള്ള അവസരമാണ് ഈ അവസരം എന്ന് പ്രത്യേകമായി ഉണർത്തി ഇസ്തിഗാസ സദസ്സിൽ ശ്രീ ജുമുഅ ജമാഅത്ത് ഉറുക്ക് മന്ത്രം കുതുബ പരിഭാഷ അതുപോലെ തന്നെ തുടങ്ങി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിദഗ്ധകൾ ഉന്നയിക്കുന്ന ആശയങ്ങൾ ചോദിക്കുവാനുള്ള അവസരമാണ് ഈ അവസരമെന്ന് പ്രത്യേകമായി ഉണർത്തി റഹ്മാനായ റബ്ബ് ഹക്കായ കാര്യങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഹക്ക് ശരിയായ ഹക്ക് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ട് ആ ബാത്തിലിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നൗഷാദ് അഹ്സനിയെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ സന്ദർഭത്തിൽ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمدلله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العظيم. يا سادة البدر السلام عليكم نرجو الغياث ونهتدي بهداكم مستيقنين بفضلكم وعراكم فتقبلوا برضاكم ورضي الله عنكم بذكر رفاننا يا الله.
اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിത നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര പ്രസ്ഥാന ബന്ധുക്കൾ, ഇനി പ്രസംഗമില്ല. പ്രസംഗിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് മുഖാമുഖം എന്ന ബാനറിൽ കൂടുതൽ പ്രസംഗിച്ച് ചോദ്യത്തിനുള്ള അവസരം നഷ്ടപ്പെടുത്താതെ നേരെ മുഖാമുഖത്തിലേക്ക് പോവുകയാണ്. ആമുഖമായി 3 വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, ഈ പരിപാടിയെന്നല്ല, സുന്നത്ത് ജമാഅത്ത് ഏത് കാലത്തും ഉണ്ടാക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയി അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതാണ്. അള്ളാഹു അതിനുള്ള കാരണമായി നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോ നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്രയും തുറന്ന ഒരു വേദി തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒരു പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകൻ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ, നമ്മൾ അവരെ ആ നിലയ്ക്ക് ആക്ഷേപിക്കുന്നു. അവര് സത്യത്തിൽ അത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് പോയത് സ്വർഗത്തിൽ കടക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ്. പക്ഷേ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു. പലതും അങ്ങനെയാണ് പലതും ധരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ആ തെറ്റിദ്ധാരണ നീക്കി ഇൻഷാ അല്ലാഹ് പരലോകത്ത് ചെല്ലുമ്പോ നമുക്ക് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞ ആ വാചകം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. മരണസമയത്ത് നമ്മുടെ സമീപത്തേക്ക് മലക്കുകൾ വരണം. അവർ സ്വർഗ്ഗത്തിൽ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണം. ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണം. അതിനെന്താ വഴി? അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ. നേരായ വഴിയിൽ സഞ്ചരിക്കണം. അല്ലാഹുവാണ് റബ്ബെന്ന് പറയണം. ആമുഖമായി ഞാൻ ഒറ്റ വിഷയം പറയും. എന്താണ് കേരളത്തിലെ സുന്നി ഇതരർക്കുള്ള പ്രശ്നം? ഒന്നുമല്ല, ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളെ മുസ്ലിക്കായി അവർ കണ്ടു എന്നതാണ് ഇവിടെയുള്ള എല്ലാ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമികളുടെയും കുഴപ്പം. ഞാൻ സാധാരണ പ്രവർത്തകരെ ആക്ഷേപിക്കുകയോ അവരോട് അതിന്റെ പ്രയാസം പറയുകയോ അല്ല, മറിച്ച് ഇവരുടെ നേതാക്കന്മാർ, മുജാഹിദുകളുടെ നേതാക്കന്മാരായ ആളുകൾ പലപ്പോഴും ഇവരെ വഞ്ചിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ അടുത്ത് സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലുമൊക്കെ ജിദ്ദ ഇസ്ലാഹി സെന്റർ പുറത്തിറക്കി അറബികൾക്ക് സമർപ്പിച്ച CD. ഞാൻ അതിന്റെ അല്പഭാഗം നിങ്ങൾക്ക് കാണിക്കുന്നു. ചില ആളുകളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും, എന്താണ് ഇപ്പൊ മുജാഹിദുകൾക്ക് കുഴപ്പം? അതിനുള്ള മറുപടി